മൈസൂരിലെ ആ ശാന്തമായ കോളനിയിൽ പകലിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ആളുകൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു അത്. തെരുവു വിളക്കുകൾ ഓരോന്നായി തെളിഞ്ഞു വരുന്നു. എന്നാൽ ആ തെരുവിൽ ഒരു വീടിനു മുന്നിൽ നടന്ന ദൃശ്യം കണ്ടുനിന്ന വഴിപോക്കരുടെ പോലും നെഞ്ചുലക്കുന്നതായിരുന്നു. ഏകദേശം 27 വയസ്സ് പ്രായം തോന്നിക്കുന്ന മീര എന്ന പെൺകുട്ടി ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു. അവളുടെ കൈകൾ വിറക്കുന്നു. അവൾക്ക് മുന്നിൽ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയിൽ ഭർത്താവ് വിവേക് നിൽപ്പുണ്ട്. അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ച് യാതൊരുവിധ ദയയുമില്ലാതെ ആ വീടിന്റെ പടിക്ക് പുറത്തേക്ക് തള്ളിയിട്ടു. "ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. നിന്നെപ്പോലൊരുത്തിയെ എനിക്കിനി എന്റെ ജീവിതത്തിൽ വേണ്ട. എനിക്ക് നിന്നിൽ നിന്ന് വിവാഹമോചനം വേണം. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ പൂർണ്ണമായി അവസാനിക്കുന്നു," അവൻ ക്രൂരമായ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ഒരിടിത്തി പോലെയാണ് മീരയുടെ കാതുകളിൽ പതിച്ചത്. മീര വിറക്കുന്ന കൈകളോടെ ആ അടയാൻ പോകുന്ന വാതിലിനെ പിടിച്ചു തൂങ്ങി. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. "വിവേക്, ദയവായി എന്നോട് ഇത് ചെയ്യരുത്. ഇന്നൊരു രാത്രി മാത്രം എന്നെ ഉമ്മറത്തെങ്കിലും നിൽക്കാൻ അനുവദിക്കൂ. പുറത്ത് നല്ല ഇരുട്ടാണ്. എനിക്ക് ഭയമാകുന്നു. നാളെ വെളിച്ചം വീഴുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. എനിക്ക് ഈ രാത്രിയിൽ പോകാൻ വേറെ സ്ഥലമില്ല. ആരുമില്ല," അവൾ കൈകൂപ്പി അപേക്ഷിച്ചു. എന്നാൽ വിവേകിന്റെ കല്ലായ മനസ്സിൽ ലേശം പോലും ദയയുടെ ഭാവമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ അവളുടെ കൈകൾ വാതിലിൽ നിന്ന് ബലമായി അടർത്തി മാറ്റി. മുഖത്ത് നോക്കി വാതിൽ കൊട്ടിയടച്ചു. അകത്തുനിന്ന് കുറ്റിയടിയുന്ന ശബ്ദം കേട്ടതും മീര തകർന്നു പോയി. അവൾ അടഞ്ഞ വാതിലിൽ കിടന്ന് ഒരുപാട് നേരം മുട്ടി വിളിച്ചു. കൈകൾ പൊട്ടുന്നതുവരെ അവൾ ആ മരവാതിലിൽ അടിച്ചു. "വിവേക്, വാതിൽ തുറക്ക്" എന്ന് വിളിച്ച് അവൾ അലറിക്കരഞ്ഞു, യാചിച്ചു. പക്ഷേ അകത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ചുറ്റുമുള്ള വീടുകളിലെ ജനാലകൾ പതുക്കെ തുറക്കപ്പെടുന്നതും അയൽക്കാർ ജിജ്ഞാസയോടെയും ചിലർ പരിഹാസത്തോടെയും നോക്കുന്നത് അവൾ കണ്ടു. ഒടുവിൽ തന്റെ കരച്ചിൽ കേൾക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾ പതുക്കെ ആ പടിയിൽ വന്നിരുന്നു. വിറക്കുന്ന കൈകൾ കൊണ്ട് കണ്ണീർ തുടച്ചു. തന്റെ ആത്മാവിനെ പോലും മാനിക്കാത്ത, തീയേക്കാൾ പൊള്ളുന്ന വാക്കുകൾ സമ്മാനിച്ച ഈ വീടിന്റെ പടിയിൽ ഇനി കരഞ്ഞു വീഴുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പതുക്കെ എഴുന്നേറ്റു. നിലത്ത് കിടന്ന തന്റെ ചെറിയ ബാഗും കയ്യിലെടുത്ത് ഇരുണ്ട തെരുവിലേക്ക് നടക്കാൻ തുടങ്ങി. രാത്രിയിലെ തണുത്ത കാറ്റ് അവളുടെ മുഖത്തടിച്ചു. നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഈ ബന്ധം നിലനിർത്താനും അവനെ സന്തോഷിപ്പിക്കാനും അവൾ ചെയ്യാത്ത ത്യാഗങ്ങളൊന്നുമില്ലായിരുന്നു. എന്നിട്ടും ഇന്ന് അവൾ തെരുവിൽ അനാഥയെപ്പോലെ ഒറ്റയ്ക്കായിരിക്കുന്നു. ശൂന്യമായ ആ റോഡിലൂടെ നടക്കുമ്പോൾ അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഈ രാത്രി അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ രാത്രിയായി മാറാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. തനിക്ക് നേരെ അടഞ്ഞത് വെറുമൊരു വീടിന്റെ വാതിലല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ആദ്യ അധ്യായമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി. യഥാർത്ഥത്തിൽ മീരയുടെ ജീവിതത്തിൽ ഈ ദുരന്തങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവളുടെ ആത്മാവിനെ ദീർഘമായി പൊള്ളിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ തകർച്ചയുടെ അന്തിമമായ പൊട്ടിത്തെറി മാത്രമായിരുന്നു ആ രാത്രിയിൽ നടന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 2 വർഷം വിവേക് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അന്നവൻ നഗരത്തിലെ ഒരു ചെറിയ സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ശമ്പളം വളരെ കുറവായിരുന്നു. വരിവരിയായി നിൽക്കുന്ന ചെറിയ വാടക വീടുകളിൽ ഒന്നിലായിരുന്നു അന്ന് അവരുടെ താമസം. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരുന്ന ആ ചെറിയ മുറിക്കുള്ളിൽ സന്തോഷത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. മീര ഒന്നിനെയും കുറിച്ചും പരാതിപ്പെട്ടിരുന്നില്ല. വലിയ ആഗ്രഹങ്ങളോ ആഡംബരങ്ങളോ അവളെ മോഹിപ്പിച്ചതുമില്ല. വിവേകിന്റെ ചെറിയ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് എങ്ങനെ ഒരു വീട് സ്നേഹത്തോടെയും ഭംഗിയോടെയും കൊണ്ടുപോകാം എന്നവൾ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു. വിവേക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹത്തോടെ കാത്തു നിൽക്കാനും അവനിഷ്ടമുള്ള ലളിതമായ വിഭവങ്ങൾ പാകം ചെയ്ത് നൽകാനുമായിരുന്നു അവൾക്ക് താല്പര്യം. വിവേകും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ കാലത്തിന് അധികം സമയമെടുക്കില്ലെന്ന് മീര അറിഞ്ഞതേയില്ല. വിവാഹ ജീവിതം 3-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ വിവേകിന് നഗരത്തിലെ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ജോലി ലഭിച്ചു. അതോടെ അവന്റെ ശമ്പളം മുൻപുണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങായി വർദ്ധിച്ചു. കയ്യിലേക്ക് പണം ഒഴുകിയെത്തിയതോടെ വിവേകിന്റെ ലോകവും ചിന്താഗതികളും അതിവേഗം മാറാൻ തുടങ്ങി. അവൻ ആ ചെറിയ വാടക വീടൊഴിഞ്ഞ് നഗരത്തിലെ ഒരു ആഡംബര ഫ്ളാറ്റിലേക്ക് താമസം മാറി. പുതിയ സൗഹൃദങ്ങൾ, വലിയ പാർട്ടികൾ, ഉയർന്ന ജീവിത രീതികൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വിവേകിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പണത്തിന്റെ ഈ പുതിയ തിളക്കത്തിനിടയിലാണ് അവൻ തന്റെ കമ്പനിയിലെ വലിയൊരു ബിസിനസ് പങ്കാളിയുടെ മകളായ റിയ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന റിയയുടെ ആഡംബര ഭാവങ്ങളും
മോടിയുള്ള ജീവിത രീതിയും വിവേകിനെ പൂർണ്ണമായും ആകർഷിച്ചു. അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അവനൊരു അന്തസ്സായി കണ്ടു. റിയയുടെ ആധുനികമായ കാഴ്ചപ്പാടുകൾക്ക് മുന്നിൽ വീട്ടിൽ തനിക്കായി കാത്തിരിക്കുന്ന തനി നാട്ടിൻ പുറത്തുകാരിയായ ലളിതമായി ജീവിക്കുന്ന തന്റെ ഭാര്യ മീര അവന് ഒരു വലിയ ബാധ്യതയായി തോന്നിത്തുടങ്ങി. തന്റെ ആഡംബര കൂട്ടുകാർക്ക് മുന്നിൽ മീരയെ പരിചയപ്പെടുത്താൻ അവൻക്ക് നാണക്കേട് തോന്നി. പതുക്കെ പതുക്കെ അവൻ മീരയോട് സംസാരിക്കുന്നത് പൂർണ്ണമായി കുറച്ചു. എന്നും രാത്രി വളരെ വൈകി മദ്യപിച്ച് വരാൻ തുടങ്ങി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ദേഷ്യത്തോടെയും പരിഹാസത്തോടെയുമാണ് അവൻ മറുപടി നൽകിയത്. മീരക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും തന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ അവളെല്ലാം ഉള്ളിലൊതുക്കി മൗനം പാലിച്ച് അവനെ അനുസരിച്ചു പോന്നു. ഒരു ദിവസം അവൾ ധൈര്യം സംഭരിച്ച് വിറക്കുന്ന ശബ്ദത്തോടെ അവനോട് ചോദിച്ചു, വിവേക്, എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റു പറ്റിയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നത്? വിവേക് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വളരെ തണുത്തതും ക്രൂരവുമായ സ്വരത്തിൽ മറുപടി നൽകി, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല മീര. പക്ഷെ നീ എന്റെ പുതിയ ജീവിത രീതിക്കും എന്റെ പദവിക്കും ഒട്ടും അനുയോജ്യല്ല. നിന്നെ എന്റെ കൂടെ പുറത്തു കൊണ്ടുപോകാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. ആ വാക്കുകൾ മീരയുടെ ഹൃദയത്തെ ജീവനോടെ കീറിമുറിക്കുന്നതിന് തുല്യമായിരുന്നു. തന്റെ സ്നേഹവും സമർപ്പണവും പണത്തിനു മുന്നിൽ തോറ്റുപോയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നിട്ടും അവൾ ആ ബന്ധം ഉപേക്ഷിക്കാനോ അവനെ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല. കാരണം ഈ ബന്ധം തകർന്നാൽ തനിക്ക് മടങ്ങിപ്പോകാൻ ഈ വലിയ ലോകത്ത് മറ്റൊരിടവുമില്ലെന്ന ഭയം അവളുടെ ഉള്ളിൽ ഒരു വലിയ നിഴലായി വളർന്നു കഴിഞ്ഞിരുന്നു. തന്റെ ഭൂതകാലത്തിന്റെ കയ്പേറിയ ഓർമ്മകളായിരുന്നു അവളെ ആ വീട്ടിൽ ഉറപ്പിച്ചു നിർത്തിയത്. മീരയുടെ ഉള്ളിൽ ഭർത്താവിനെ പിരിഞ്ഞു ജീവിക്കുന്നതിനെ കുറിച്ച് അത്രമേൽ ഭയമുണ്ടാക്കാൻ കാരണം അവളുടെ വേദനിപ്പിക്കുന്ന ഭൂതകാലമായിരുന്നു. മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒറ്റപ്പെടലിന്റെയും അനാഥത്വത്തിന്റെയും കയ്പേറിയ അനുഭവങ്ങൾ അവൾ തന്റെ കുട്ടിക്കാലത്ത് തന്നെ അനുഭവിച്ചിരുന്നു. അവൾക്ക് വെറും 8 വയസ്സുള്ളപ്പോഴാണ് ഒരു വലിയ റോഡ് അപകടത്തിൽ അവളുടെ അമ്മയും അച്ഛനും ഒന്നിച്ച് മരണപ്പെടുന്നത്. ഒരു നിമിഷം കൊണ്ട് ആ കുട്ടികളുടെ ലോകം ഇരുട്ടിലായി. അന്ന് അവളുടെ കൂടെ 12 വയസ്സുള്ള ജ്യേഷ്ഠൻ അരുണം ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ പെട്ടെന്നുള്ള മരണം ആ 2 കുട്ടികളെയും മാനസികമായി തളർത്തിക്കളഞ്ഞു. അപകട വിവരം അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടിയെങ്കിലും അനാഥരായ ആ 2 കുട്ടികളുടെ ഉത്തരവാദിത്തം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. പരസ്പരം കൈ ചൂണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞും ബന്ധുക്കൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഒടുവിൽ ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം അവർ ഒരു തീരുമാനത്തിലെത്തി. ജ്യേഷ്ഠനായ അരുൺ അമ്മാവന്റെ കൂടെ നഗരത്തിലേക്ക് പോകും, അവിടെ താമസിച്ച് പഠിക്കും. എന്നാൽ പെൺകുട്ടിയായ മേരിയെ അവളുടെ അമ്മുമ്മ കമലാദേവി ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒരേ ചോരയിൽ ജനിച്ച ആ സഹോദരങ്ങൾ അങ്ങനെ 2 വഴിക്കായി പിരിഞ്ഞു. കമലാദേവിക്ക് പ്രായമേറിയിരുന്നു. ഒരു ചെറിയ പെൻഷൻ തുക മാത്രമായിരുന്നു അവരുടെ ആകെയുള്ള വരുമാനം. സാമ്പത്തികമായി അവർ ഒട്ടും ശക്തരുമായിരുന്നില്ല. എങ്കിലും താൻ ഒരു അനാഥയാണെന്നോ ആർക്കും വേണ്ടാത്തവളാണെന്നോ ഉള്ള തോന്നൽ അവർ ഒരിക്കലും മീരയുടെ മനസ്സിൽ വരാൻ അനുവദിച്ചില്ല. തന്റെ പ്രായമായ ബുദ്ധിമുട്ടുകൾ മറന്ന് അവർ മീരയെ പൊന്നുപോലെ നോക്കി. അധ്വാനം ചെയ്ത് അവളെ ഗ്രാമത്തിലെ സ്കൂളിൽ പഠിപ്പിച്ചു. അതിലുപരിയായി ജീവിതത്തിൽ ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട നല്ല സംസ്കാരവും മൂല്യങ്ങളും അവർ അവൾക്ക് പകർന്നു നൽകി. മുത്തശ്ശി എപ്പോഴും മീരയെ അരികിലിരുത്തി പറയും, മോളെ, മനുഷ്യന്റെ കയ്യിൽ പണമുണ്ടാകാം, ഇല്ലാതിരിക്കാം, അത് വന്നു പോകുന്ന ഒന്നാണ്. പക്ഷെ സ്വന്തം ആത്മാഭിമാനം ഒരിക്കലും ആർക്കും പണയപ്പെടുത്തരുത്. അതൊരിക്കൽ തകർന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ നീ പഠിക്കണം. ഈ വാക്കുകൾ മീരയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ അവൾക്ക് കരുത്ത് നൽകിയത് മുത്തശ്ശിയുടെ ഈ ഉപദേശങ്ങളാണ്. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. നഗരത്തിൽ വളർന്ന അരുൺ സ്വന്തം നിലയിൽ ഒരു ജോലി കണ്ടെത്തുകയും അവിടെ തന്നെ വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു. മീരയും ഗ്രാമത്തിൽ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറി. കമലാദേവി തന്റെ ആയുസിന്റെ ബാക്കി പത്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചെറിയ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് മീരയുടെ വിവാഹം വിവേകമായി നടത്തിക്കൊടുത്തു. സ്ത്രീധനമായി നൽകാൻ അവരുടെ കയ്യിൽ വലിയ പണമോ സ്വർണമോ ഉണ്ടായിരുന്നില്ല. പകരം നല്ല മൂല്യങ്ങളുള്ള ഒരു മകളെയാണ് അവർ വിവേകിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. മീരയുടെ ജീവിതം ഇനി സന്തോഷം നിറഞ്ഞതാകുമെന്ന് മുത്തശ്ശി ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വൃദ്ധ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടെ തന്റെ തലക്കു മുകളിലെ അവസാന തണലും നഷ്ടപ്പെട്ടതായി മീരയ്ക്ക് തോന്നി. അമ്മയും അച്ഛനും മുത്തശ്ശിയും ഇല്ലാത്ത ആ വലിയ ഗ്രാമത്തിലെ വീട് പിന്നീട് അടഞ്ഞു കിടന്നു. ഇനി ലോകത്ത് തന്റെ സ്വന്തമെന്ന് പറയാൻ ജ്യേഷ്ഠൻ അരുൺ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന ചിന്തയാണ് വിവേകിന്റെ ക്രൂരതകൾ സഹിച്ചപ്പോഴും മീരയെ ആ വീട്ടിൽ പിടിച്ചു നിർത്തിയത്. വിവേക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചപ്പോൾ മീരയുടെ ലോകം പൂർണ്ണമായും തകരുകയായിരുന്നു. തന്റെ വിവാഹ ജീവിതം രക്ഷിക്കാൻ അവൾ അവസാന നിമിഷം വരെ ശ്രമിച്ചുവെങ്കിലും പണത്തിന്റെയും പദവിയുടെയും അഹങ്കാരത്തിൽ അന്ധനായ വിവേകിനെ മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. കോടതി മുറിയിലെ ഓരോ ദിവസങ്ങളും മീരയ്ക്ക് വലിയ അപമാനത്തിന്റേതായിരുന്നു. അവൾക്ക് നേരെ ഉയർന്ന നുണപ്രചാരണങ്ങളും
ശകാരങ്ങളും പരിഹാസങ്ങളും അവൾ നിശബ്ദയായി സഹിച്ചു. വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടപ്പോൾ തനിക്ക് ഈ വലിയ ലോകത്ത് അഭയം തരാൻ ആരുമില്ലെന്ന ചിന്ത അവളെ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു. കോടതി നടപടികൾ വേഗത്തിലാക്കാൻ വിവേക് തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ചു. ഒടുവിൽ കേസിന്റെ അവസാന ഘട്ടത്തിൽ മീരയുടെ ഭാവി ജീവിതത്തിനായി വലിയൊരു തുക ജീവനാംശം നൽകാമെന്ന് അവൻ കോടതിക്ക് മുന്നിൽ സമ്മതിച്ചു. അവന്റെ വക്കീൽ ആ തുകയുടെ രേഖകൾ മീരയ്ക്ക് നേരെ നീട്ടി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീര ആ പണം നിരസിക്കുകയാണ് ചെയ്തത്. ജഡ്ജിയുടെയും വക്കീലന്മാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി. ബഹുമാനപ്പെട്ട കോടതി മാനിച്ചു തരുന്ന ഈ പണം എനിക്ക് ആവശ്യമില്ല. ഏതൊരു ബന്ധത്തിലാണോ സ്നേഹവും ബഹുമാനവും ആത്മാഭിമാനവും നഷ്ടപ്പെടുന്നത്, ആ ബന്ധത്തിൽ നിന്നുള്ള പണം സ്വീകരിക്കുന്നത് എന്റെ ആത്മാവിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കണം, അല്ലാതെ എന്നെ തെരുവ് നായയെ പോലെ തള്ളി ഒരാളുടെ ഔദാര്യത്തിലല്ല. അവളുടെ തീരുമാനം കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും നിശബ്ദരാക്കി. വിവേക് കടുത്ത ദേഷ്യത്തോടെ അവളെ നോക്കി. ഒടുവിൽ കോടതിയുടെ അന്തിമ വിധി വന്നു. അവർ നിയമപരമായി വേർപിരിഞ്ഞു. കയ്യിൽ ഒരു ചെറിയ ബാഗും ഏതാനും വസ്ത്രങ്ങളുമായി മീര കോടതിയുടെ വലിയ പടികൾ ഇറങ്ങി. പുറത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയായിരുന്നു. അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു തവണയെങ്കിലും ആ കോടതിയിലേക്കോ വിവേകിന്റെ മുഖത്തേക്കോ നോക്കിയാൽ പിന്നീട് മുന്നോട്ട് നടക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. അവളുടെ കാലുകൾ നേരെ നഗരത്തിലെ വലിയ ബസ് സ്റ്റാൻഡിലേക്കാണ് നീങ്ങിയത്. കാരണം അവളുടെ മനസ്സിലിപ്പോൾ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ജ്യേഷ്ഠൻ അരുണിന്റെ വീട്. തനിക്ക് ഒറ്റപ്പെടലിന്റെ വേദന അറിയാവുന്നതുപോലെ തന്റെ ജ്യേഷ്ഠനും അതറിയാമെന്നും അവൻ തന്നെ ഒരിക്കലും കൈവിടില്ലെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. ബസ്സിൽ കയറി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊലിച്ചു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തനിക്ക് നേരിടേണ്ടി വരുന്നത് ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. രാത്രി മുഴുവൻ നീണ്ട യാത്രക്കൊടുവിൽ അടുത്ത ദിവസം പുലർച്ചെ മീര തന്റെ ജന്മനാടായ ആ പഴയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ബസ് ഇറങ്ങി പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ നടന്ന് അവൾ ജ്യേഷ്ഠൻ അരുണിന്റെ വീടിന് മുന്നിൽ എത്തി. വലിയൊരു ശ്വാസമെടുത്ത് അവൾ ആ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. ചുറ്റും പ്രഭാതത്തിന്റെ ശാന്തതയായിരുന്നു. അവൾ വിറക്കുന്ന വിരലുകളോടെ ആ മരവാതിൽക്കൽ പതുക്കെ മുട്ടി. ഏതാനും നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ ഉണങ്ങിയ ചുണ്ടുകളും കരഞ്ഞു തളർന്ന കണ്ണുകളുമായി നിൽക്കുന്ന അനിയത്തിയെ കണ്ട് അരുൺ ഞെട്ടിപ്പോയി. അവളുടെ ഈ അവസ്ഥ കണ്ട് അവന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഒന്നും ചോദിക്കാതെ അവൻ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. എന്നാൽ മറ്റൊരു കോണിൽ നിന്ന് അരുണിന്റെ ഭാര്യ പൂജ ഇതെല്ലാം കടുത്ത ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പൂജ ചടങ്ങുകൾക്കായി മീരയ്ക്കൊരു ഗ്ലാസ് വെള്ളം നൽകിയെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. മീര തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ജ്യേഷ്ഠനോട് കരഞ്ഞുകൊണ്ട് വിവരിച്ചു. അരുൺ അവളുടെ കൈകളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഒന്നിനെയും കുറിച്ചും പേടിക്കേണ്ട. ഇത് നിന്റെയും വീടാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. ജീവിതം തനിക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടച്ചിട്ടില്ലെന്ന് അവൾ കരുതി. എന്നാൽ അതേസമയം പൂജ അരുണിനെ നോക്കിയ നോട്ടത്തിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. അരുൺ സ്നേഹത്തോടെ മീരയെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. നീ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, കുറച്ചു നേരം വിശ്രമിക്കൂ എന്നവൻ പറഞ്ഞു. മീര ആ മുറിയിൽ തനിച്ചായപ്പോൾ അവളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം വീണ്ടും പുറത്തു വന്നു. എങ്കിലും ജ്യേഷ്ഠന്റെ തണൽ തനിക്കൊപ്പമുണ്ടല്ലോ എന്ന ചിന്ത അവൾക്ക് ആശ്വാസമായി. എന്നാൽ ആ ആശ്വാസം അധിക നാൾ നീണ്ടുനിന്നില്ല. അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ പൂജയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ പൂജ മീരയോട് നേരിട്ടൊന്നും പറഞ്ഞില്ല. അവൾ മധുരമായി സംസാരിച്ചുവെങ്കിലും ഉള്ളിൽ മീരയെ ഒരു ഭാരമായിട്ടാണ് കണ്ടത്. 4ാമത്തെ ദിവസം മുതൽ അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഇത്രയും വൈകി എഴുന്നേറ്റാൽ വീട്ടുജോലികൾ ആരാണ് ചെയ്യുക എന്ന് പൂജ ഉറക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ മീര എന്നും പുലർച്ചെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് മുറ്റം അടിച്ചുവാരി വെള്ളം കോരി അടുക്കളയിലെ എല്ലാ ജോലികളും തനിയെ ചെയ്യും. എന്നിട്ടും പൂജക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തണമെന്നായിരുന്നു. ചിലപ്പോൾ പൂജ ബോധപൂർവം വീട്ടുസാധനങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുകയും അതിന്റെ കുറ്റം മീരയുടെ തലയിൽ ചുമത്തുകയും ചെയ്തു. ഇവിടെ വെച്ചിരുന്ന പഞ്ചസാര പാത്രം എവിടെ പോയി? ഇവിടെ പുതിയ ആളുകൾ വന്നതു മുതൽ സാധനങ്ങൾക്കൊന്നും ഒരു നിശ്ചയമില്ല എന്ന് പൂജ ഉമ്മറത്തിരുന്ന് വിളിച്ചു പറയും. മീര എല്ലാ അപമാനങ്ങളും സഹിച്ച് മൗനം പാലിച്ചു. താൻ കാരണം ജ്യേഷ്ഠന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകരുത് എന്നവൾ ആഗ്രഹിച്ചു. അവൾ തന്റെ ജോലികൾ കൃത്യമായി ചെയ്തു. തോട്ടത്തിൽ നിന്ന് പച്ചക്കറികൾ പറിക്കുക, പാത്രങ്ങൾ കഴുകുക, വസ്ത്രങ്ങൾ വൃത്തിയാക്കുക, ഭക്ഷണം പാചകം ചെയ്യുക എന്നിവയെല്ലാം അവൾ ഒരു പരാതിയും കൂടാതെ ചെയ്തു. അയൽപ്പക്കത്തെ രോഗിയായ അമ്മമ്മക്ക് മരുന്ന് കൊടുക്കാൻ പോകുന്നതും അവരെ പരിചരിക്കുന്നതും മീരയായിരുന്നു. ഗ്രാമത്തിലുള്ളവർ അവളിലെ നന്മയെയും ക്ഷമയെയും കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു. അരുണിന്റെ അനിയത്തി എത്ര നല്ല കുട്ടിയാണ്, എല്ലാ ജോലികളും എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് നാട്ടുകാർ പറയുന്നത് പൂജയുടെ കാതുകളിലെത്തി. എന്നാൽ പൂജക്ക് ഇതൊട്ടും സഹിച്ചില്ല. ഗ്രാമത്തിൽ മീരയ്ക്ക് ബഹുമാനം കൂടിയാൽ കുടുംബത്തിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും തന്റെ അധികാരം ഇല്ലാതാകും
എന്താകുമെന്നും അവൾ ഭയന്നു. മീരയെ എങ്ങനെയും ജ്യേഷ്ഠന്റെ കണ്ണിൽ മോശക്കാരിയാക്കണമെന്ന ചിന്ത പൂജയുടെ മനസ്സിൽ ശക്തമായി. അവൾ അതിനായി പുതിയ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. വീടിന്റെ സമാധാന അന്തരീക്ഷം പതുക്കെ പതുക്കെ ഇല്ലാതാകുകയായിരുന്നു. മീരയ്ക്ക് ഈ മാറ്റങ്ങൾ മനസ്സിലായെങ്കിലും ജ്യേഷ്ഠൻ തനിക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസത്തിൽ അവളെല്ലാം സഹിച്ച് മുന്നോട്ടു പോയി. പൂജയുടെ മനസ്സിൽ മീരയോടുള്ള വെറുപ്പ് ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മീരയെ ആ വീട്ടിൽ നിന്നും എങ്ങനെയും പുറത്താക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. പകൽ സമയങ്ങളിൽ മീര ചെയ്യുന്ന അധ്വാനങ്ങളൊന്നും പൂജ കാണാറില്ലായിരുന്നു. എന്നാൽ വൈകുന്നേരം അരുൺ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കൃത്യസമയത്ത് പൂജ തന്റെ അടവ് പുറത്തെടുക്കും. അവൾ മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദമായി കരയുകയോ ചെയ്യും. തുടക്കത്തിൽ അരുൺ ഇതൊന്നും അത്ര കാര്യമാക്കിയില്ല. എന്നാൽ ദിവസവും ഇതേ അവസ്ഥ തുടർന്നപ്പോൾ അവൻ പൂജയോട് കാരണം തിരക്കി. ആ നിമിഷത്തിനായി കാത്തിരുന്ന പൂജ മീരയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പലതും വലിയ തോതിൽ അരുണിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളുടെ അനിയത്തിക്ക് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്താലും അവൾ അതിനെ കുറ്റം കണ്ടുപിടിക്കുകയാണ്. ഇന്ന് അടുക്കളയിൽ വെച്ച് അവൾ എന്നെ നോക്കി പരിഹസിച്ചു. പൂജ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയും. ആദ്യമൊക്കെ അരുൺ അനിയത്തിയെ ന്യായീകരിച്ച് സംസാരിച്ചു. മീര അങ്ങനെയൊന്നും ചെയ്യില്ല പൂജ. അവൾക്ക് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നിനക്കറിയില്ലേ എന്നവൻ ചോദിച്ചു. പക്ഷെ ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തോന്നും എന്ന് പറയുന്നത് പോലെ ദിവസവും ഒരേപോലെയുള്ള പരാതികൾ കേട്ട് കേട്ട് അരുണിന്റെ മനസ്സിലും മീരയെക്കുറിച്ച് സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങി. അവൻ പതുക്കെ അനിയത്തിയിൽ നിന്നും അകലാൻ തുടങ്ങി. ആ സംശയം പതുക്കെ ആ ജ്യേഷ്ഠന്റെയും അനിയത്തിയുടെയും ആഴത്തിലുള്ള സ്നേഹബന്ധത്തിന് നടുവിൽ ഒരു വലിയ മതിലായി വളരുകയായിരുന്നു. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്വന്തം ജ്യേഷ്ഠന് താൻ ഒരു ഭാരമായി ജീവിക്കാൻ മീര ഒട്ടും ആഗ്രഹിച്ചില്ല. വീട്ടിലെ അന്തരീക്ഷം മോശമാകുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്വന്തമായി എന്തെങ്കിലും വരുമാനം കണ്ടെത്തണമെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ ഗ്രാമത്തിലെ ഒരു ചെറിയ തയ്യൽ കടയിൽ ജോലി ചോദിച്ചു ചെന്നു. കടയുടമ രാഘവൻ പിള്ളക്ക് മീരയുടെ മുൻപത്തെ അവസ്ഥയും അവളുടെ തയ്യലിലുള്ള കഴിവും നന്നായി അറിയാം. അവൻ അവൾക്ക് തുണികൾ തയ്ക്കാനും വസ്ത്രങ്ങളിൽ ഡിസൈനുകൾ ചെയ്യാനുമുള്ള ജോലികൾ നൽകി. മീര വളരെ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു. രാപ്പകലില്ലാതെ അവൾ തയ്യൽ മെഷീന് മുന്നിലിരുന്ന് അധ്വാനിച്ചു. ആ ചെറിയ ജോലിയിൽ നിന്നും അവൾക്ക് മാസാവസാനം ഒരു തുക ശമ്പളമായി ലഭിച്ചു. അതിൽ നിന്നും തന്റെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള പണം മാത്രം മാറ്റിവെച്ച് ബാക്കി ഭൂരിഭാഗം തുകയും അവൾ ഒരു പരാതിയും കൂടാതെ പൂജയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് വീട്ടിലെ ചെലവുകളിലേക്ക് എന്റേതായ ഒരു ചെറിയ സഹായമാണ്, മീര വിനയത്തോടെ പറഞ്ഞു. എന്നാൽ പൂജ ഈ നന്മയെയും വളരെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. അവൾ അരുൺ വന്നപ്പോൾ ആ പണം കാണിച്ച് പുതിയൊരു തന്ത്രം പ്രയോഗിച്ചു. നോക്ക്, നിങ്ങളുടെ അനിയത്തി ഇന്ന് കുറച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാളെ അവൾ ഈ വീട്ടിലും ഇവിടുത്തെ സ്വത്തുക്കളിലും അവകാശവാദം ഉന്നയിക്കും. ഇപ്പോഴേ അവൾക്ക് ഈ വീട്ടിന്മേൽ ഒരു കണ്ണുണ്ട്. പൂജ വിഷം ചീറ്റുന്ന വാക്കുകളോടെ പറഞ്ഞു. അരുൺ ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടു. അവൾ എന്റെ അനിയത്തിയാണ് പൂജ. അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. അതിൽ എന്താണ് തെറ്റ്? എന്നാൽ പൂജ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ തറപ്പിച്ചു പറഞ്ഞു. അവകാശത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ എളുപ്പമാണ്. ഇന്ന് അവൾ ഇവിടെ നിൽക്കും. നാളെ അവളുടെ ജീവിതകാലം മുഴുവനുള്ള ചെലവുകൾ ആര് നോക്കും? നമുക്കും കുട്ടികൾ ഉണ്ടാകും. അവരുടെ ഭാവിയും നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച ഒരു പെൺകുട്ടി ഇങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് സ്ഥിരമായി താമസിക്കുന്നത് ഈ സമൂഹത്തിൽ ആരും അംഗീകരിക്കില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ ആദ്യമായി നിശബ്ദനായി. പൂജ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവന്റെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവന്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പണ്ട് ജോലി കഴിഞ്ഞ് വന്നാൽ അനിയത്തിയെ അരികിലിരുത്തി വിശേഷങ്ങൾ ചോദിച്ചിരുന്ന അരുൺ ഇപ്പോൾ അവളോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, മുഖം തരാത്ത ഒരാളായി മാറി. മീര ഈ അവഗണന പൂർണ്ണമായും അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരേ ചോരയായ തന്റെ ജ്യേഷ്ഠൻ ഒരു ദിവസം സത്യം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ ആ കൈപ്പേറിയ നാളുകൾ കണ്ണീരോടെ സഹിച്ച് മുന്നോട്ടു പോയി. ഗ്രാമത്തിലെ ചെറിയ തയ്യൽ കടയിലെ ജോലി മീരയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും ജ്യേഷ്ഠന്റെ വീട്ടിലെ അന്തരീക്ഷം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരുന്നു. മീരയെ അവിടെ നിന്നും എന്നേക്കുമായി പുറത്താക്കാൻ പൂജ പറ്റിയൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ ദുരന്തം നിറഞ്ഞ വൈകുന്നേരം വന്നെത്തി. അന്ന് പൂജ തന്റെ വിലപിടിപ്പുള്ള പുതിയ പട്ടുസാരി ഉമ്മറത്തിരുന്ന് ഇസ്തിരിയിടുകയായിരുന്നു. ആ സമയം അവൾ ബോധപൂർവം മീരയെ പുറത്തേക്ക് വിളിച്ചു. പൂജ, പുറത്തു കിടക്കുന്ന തുണികളൊക്കെ ഒന്നെടുത്ത് വെക്കൂ, മഴ വരാൻ സാധ്യതയുണ്ട്, പൂജ വിളിച്ചു പറഞ്ഞു. മീര ഉടനെ തന്നെ ആ ജോലി ചെയ്യാനായി പറമ്പിലേക്ക് ഓടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പൂജയും ഇസ്തിരിപ്പെട്ടി അവിടെ തന്നെ ഓൺ ചെയ്ത് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. സാരിക്ക് മുകളിൽ ഇസ്തിരിപ്പെട്ടി ഇരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം ആ വലിയ പട്ടുസാരി പലയിടത്തും കരിഞ്ഞു പിടിക്കുകയും പുക ഉയരുകയും ചെയ്തു. ഉമ്മറത്തേക്ക് വന്ന പൂജ ഇത് കണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പറമ്പിൽ നിന്നും ഓടി വന്ന മീര കണ്ടത് കരിഞ്ഞു പോയ സാരിയുമായി നിൽക്കുന്ന പൂജയെയാണ്. നീ മനഃപൂർവ്വം എന്റെ സാരി കരിയിച്ചു കളഞ്ഞു. ഞാൻ ഇസ്തിരി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നീ എന്നെ ശല്യം ചെയ്ത് വിളിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്
എന്റെ സന്തോഷം കാണുന്നത് നിനക്കിഷ്ടമല്ല. പൂജ ഉച്ചത്തിൽ ആക്രോശിച്ചു. മീര അത് തന്റെ തെറ്റല്ലെന്ന് കരഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പൂജ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. മീരയെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കാൻ അവൾ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു. വൈകുന്നേരം അരുൺ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പൂജ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ കരിഞ്ഞ സാരി അവനെ കാണിച്ചു. മീര മനഃപൂർവ്വം ദ്രോഹിച്ചതാണെന്ന് അവൾ അവനെ വിശ്വസിപ്പിച്ചു. ദിവസങ്ങളായി കേൾക്കുന്ന പരാതികളും പൂജയുടെ കണ്ണീരും കാരണം അരുണിന്റെ നിയന്ത്രണവും ക്ഷമയും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൻ ഉച്ചത്തിൽ മീരയെ ഉമ്മറത്തേക്ക് വിളിച്ചു. മീര വിറച്ചുകൊണ്ട് അരുണിന്റെ മുന്നിലെത്തി. സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ അവൾ കൈകൂപ്പി ശ്രമിച്ചു. എന്നാൽ ഈ തവണ അരുൺ അവളുടെ ഒരു വാക്കുപോലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ കടുത്ത ദേഷ്യത്തോടെ അനിയത്തിയുടെ കൈകളിൽ ബലമായി പിടിച്ചു. ഇനി വീട്ടിൽ നിന്റെ നാടകങ്ങൾ നടക്കില്ല. ദിവസവും ഈ വീട്ടിൽ സമാധാനമില്ലാതാകാൻ നീ മാത്രമാണ് കാരണം, അവൻ ക്രൂരമായി പറഞ്ഞു. അവൻ അവളെ ഉമ്രപ്പടിയിലൂടെ വലിച്ചിഴച്ച് മുറ്റത്തേക്ക് തള്ളി പുറത്താക്കി. മീര ബാലൻസ് തെറ്റി മുറ്റത്തെ കല്ലുകളിലേക്ക് വീണു. അവളുടെ കൈമുട്ടുകൾ പൊട്ടി ചോര ഒലിച്ചു. കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൾ വീണ്ടും എഴുന്നേറ്റ് ആ അടയാൻ പോകുന്ന വാതിലിൽ പിടിച്ചു. ഏട്ടാ, ദയവായി എന്നെ തള്ളിക്കളയരുത്. പുറത്ത് നല്ല ഇരുട്ടാണ്. ഇന്നൊരു രാത്രി മാത്രം എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ. നാളെ വെളിച്ചം വീഴുമ്പോൾ ഞാൻ പൊയ്ക്കോളാം, അവൾ നിലവിളിച്ചു. എന്നാൽ പൂജ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഇനി പടി ചവിട്ടരുത്, നിനക്കിവിടെ സ്ഥാനമില്ല. അതോടെ അരുൺ മുഖത്ത് നോക്കി വാതിൽ കൊട്ടിയടച്ചു. അകത്തുനിന്നും കുറ്റിയിടുന്ന ശബ്ദം കേട്ടപ്പോൾ മീരയുടെ ജീവിതത്തിലെ അവസാന പ്രതീക്ഷയും ആ ഇരുട്ടിൽ ഇല്ലാതെയായി മാറി. തന്റെ ഭർത്താവ് ക്രൂരമായി ഉപേക്ഷിച്ചു. ഇപ്പോൾ ജീവനായി കരുതിയ സ്വന്തം ജ്യേഷ്ഠനും കൈവിട്ടിരിക്കുന്നു. ഈ വലിയ ലോകത്ത് തനിക്കിനി ആരുമില്ലെന്ന് മീരയ്ക്ക് തോന്നി. തണുത്ത നിലത്ത് കിടന്ന് കുറച്ചു നേരം അലറിക്കരഞ്ഞ ശേഷം അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ കൈമുട്ടുകളിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ശാരീരിക വേദനയേക്കാൾ അവളെ തളർത്തിയത് മനസ്സിലേറ്റ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു, ഇന്നും ഞാൻ തളർന്നു പോയാൽ എന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കും. ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി ഞാൻ തന്നെ എനിക്ക് തുണയാകണം. ആ കറുത്ത രാത്രിയിൽ ഇരുണ്ട തെരുവിലൂടെ നടക്കുമ്പോൾ അവൾക്ക് തന്റെ മുത്തശ്ശി കമലാദേവിയുടെ പഴയ വീട് ഓർമ്മ വന്നു. മരണസമയത്ത് മുത്തശ്ശി ആ വീടിന്റെ താക്കോൽ മീരയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. മോളെ, ഒരിക്കൽ ലോകം മുഴുവൻ നിന്നെ കൈവിട്ടാലും ഈ വീട് നിനക്കായി കാത്തിരിപ്പുണ്ടാകും. ഇതിന്റെ ഉള്ളിൽ നിനക്കൊരു അഭയമുണ്ടാകും. തന്റെ ചെറിയ ബാഗും മുറുക്കി പിടിച്ച് അവൾ ആ രാത്രിയിൽ അടുത്ത ഗ്രാമത്തിലുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെയുള്ള ആ പഴയ വീട് മുത്തശ്ശിയുടെ മരണശേഷം വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. അർദ്ധരാത്രിയോടെ അവൾ ആ വീടിന് മുന്നിലെത്തി. മുറ്റത്ത് കാട്ടുപുല്ലുകൾ വളർന്നു നിന്നിരുന്നു. ചുവരുകളിൽ കാട്ടുചെടികൾ പടർന്നു കയറിയിരുന്നു. വാതിലിൽ വലിയൊരു തുരുമ്പെടുത്ത പൂട്ട് തൂങ്ങിക്കിടപ്പുണ്ട്. മീര തന്റെ ബാഗിൽ നിന്നും ആ പഴയ താക്കോൽ തിരഞ്ഞു പിടിച്ചു. വളരെ കഷ്ടപ്പെട്ട് അവൾ ആ പൂട്ട് തുറന്നു. വാതിൽ തുറന്നപ്പോൾ വലിയൊരു പൊടിപടലമാണ് അവളെ സ്വീകരിച്ചത്. അകത്ത് കയറിയ അവൾ ആ ഇരുട്ടിൽ ഒന്നിനും നിൽക്കാതെ തറയിൽ തന്റെ ബാഗ് തലയിണയാക്കി കിടന്നു. ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ അവൾ ദൈവത്തോട് ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ജീവിച്ച് കാണിക്കാനുള്ള കരുത്ത് തരണമെന്ന്. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിന്റെ വെളിച്ചം വീണപ്പോൾ മീര ആ വീട് ചുറ്റിക്കണ്ടു. മുത്തശ്ശിയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ മുറികളിൽ പതുക്കെ അവൾ ജോലികൾ ആരംഭിച്ചു. ജനാലകൾ തുറന്നിട്ടു. പൊടിയും ചിലന്തി വലകളും തുടച്ചു മാറ്റി. മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ അധ്വാനിച്ച് അവൾ ആ വീട് താമസയോഗ്യമാക്കി മാറ്റി. അയൽപ്പക്കത്തെ പ്രായമായ ചിലർ അവളെ തിരിച്ചറിഞ്ഞു. അവർ മീരയുടെ അടുത്തെത്തി കാര്യങ്ങൾ തിരക്കി. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവർ പറഞ്ഞു, മോളെ, വിഷമിക്കേണ്ട. ഇത് നിന്റെ മുത്തശ്ശിയുടെ വീടാണ്. അതുകൊണ്ട് നിനക്കും ഇതിൽ പൂർണ്ണ അവകാശമുണ്ട്. നീ ഇവിടെ ധൈര്യമായി താമസിക്കൂ. അടുത്ത ദിവസം മുതൽ മീര ഗ്രാമത്തിൽ വീണ്ടും ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പണ്ട് തയ്യൽ കടയിൽ ജോലി ചെയ്ത പരിചയം അവൾക്ക് തുണയായി. ഗ്രാമത്തിലെ ചില സ്ത്രീകൾ അവൾക്ക് തുണികൾ തയ്ക്കാനുള്ള ജോലികൾ നൽകി. ചിലർ അച്ചാർ ഉണ്ടാക്കാനും ചിലർ വീട്ടുജോലികൾ ചെയ്യാനും അവളെ വിളിച്ചു. വളരെ കുറഞ്ഞ പണമേ അവൾക്ക് ലഭിച്ചുവെങ്കിലും അവൾ തികച്ചും സന്തുഷ്ടയായിരുന്നു. കാരണം ഇപ്പോൾ അവൾ ആരുടെയും തണലിലല്ല കഴിയുന്നത്. ആർക്കും അവളൊരു ഭാരവുമല്ലായിരുന്നു. എങ്കിലും തന്റെ ജീവിതം ഇങ്ങനെ എത്ര നാൾ മുന്നോട്ടു പോകും എന്നൊരു ആശങ്ക അവളുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്നു. എന്നാൽ വിധി അവൾക്കായി വലിയൊരു വഴിത്തിരിവാണ് ആ വീട്ടിൽ കരുതി വെച്ചിരുന്നത്. ഒരു ഞായറാഴ്ച പകൽ സമയത്ത് വീട്ടിൽ മറ്റ് ജോലികളൊന്നും ഇല്ലാതിരുന്നതിനാൽ മീര തന്റെ വീടിന്റെ ചെറിയ മുറ്റത്ത് കുറച്ച് പൂച്ചെടികൾ നടാൻ തീരുമാനിച്ചു. കൈക്കോട്ടുമായി അവൾ മുറ്റത്തെ കട്ടിപ്പുള്ള മണ്ണ് പതുക്കെ ഇളക്കാൻ തുടങ്ങി. കുറച്ച് ആഴത്തിൽ മണ്ണ് മാന്തിയപ്പോൾ പെട്ടെന്ന് ലോഹ കഷ്ണം എന്തിലോ തട്ടുന്നത് പോലെയുള്ള കഠിനമായ ഒരു ശബ്ദം കേട്ടു. ആദ്യമൊക്കെ അവൾ വിചാരിച്ചത് മണ്ണിലെ വലിയൊരു പാറക്കല്ലാവും എന്നാണ്. എന്നാൽ ആ ഭാഗത്തെ മണ്ണ് കൂടുതൽ മാറ്റിയപ്പോൾ അവിടെ വലിയൊരു ഇരുമ്പ് പെട്ടിയുടെ മുകൾ ഭാഗം തെളിഞ്ഞു വന്നു. മണ്ണ് പുരണ്ട് തുരുമ്പിച്ച ആ പെട്ടി വളരെ കനമുള്ളതായിരുന്നു. പകൽ സമയം ആയതിനാലും അയൽവാസികൾ പറമ്പിലൂടെ നടക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നതിനാലും മീരയ്ക്ക് ഭയം തോന്നി. അവൾ പെട്ടെന്ന് തന്നെ മണ്ണ് തിരികെയിട്ട് ആ പെട്ടി മൂടിവെച്ചു. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അവൾ അകത്തേക്ക് പോയി. രാത്രിയാകാൻ അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഗ്രാമം മുഴുവൻ ഉറക്കത്തിലേക്ക് വീഴുകയും ചുറ്റും നിശബ്ദത പടരുകയും ചെയ്ത അർദ്ധരാത്രിയിൽ അവൾ ഒരു മെഴുകുതിരി വെട്ടവുമായി വീണ്ടും മുറ്റത്തേക്കിറങ്ങി. അവൾ വളരെ വേഗത്തിൽ മണ്ണ് മാറ്റി ആ കനത്ത ഇരുമ്പ് പെട്ടി പുറത്തെടുത്തു. വർഷങ്ങളുടെ പഴക്കമുള്ള ആ പൂട്ട് തുറക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ ഒരു വലിയ കല്ലുകൊണ്ട് അടിച്ച് അവൾ ആ പൂട്ട് തകർത്തു. പെട്ടിയുടെ അടപ്പ് തുറന്നതും അത്ഭുതവും ഭയവും കാരണം മീരയുടെ കണ്ണുകൾ വിടർന്നു. കൈകൾ വല്ലാതെ വിറച്ചു. ചുവന്ന പട്ടു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ പഴയ കാലത്തെ വിലപിടിപ്പുള്ള സ്വർണ്ണ ആഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും ആ പെട്ടിക്കുള്ളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ ആഭരണങ്ങൾക്കിടയിൽ മഞ്ഞ നിറം പടർന്ന ഒരു പഴയ കവറും ഉണ്ടായിരുന്നു. അതിനു മുകളിൽ വ്യക്തമായ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു, എന്റെ പ്രിയപ്പെട്ട മീരക്ക്. വിറക്കുന്ന വിരലുകളോടെ മീര ആ കത്ത് തുറന്നു വായിച്ചു. അതിൽ മുത്തശ്ശി കമലാദേവി ഇങ്ങനെ എഴുതിയിരുന്നു: മോളെ മീര, ഈ സമ്പത്ത് നിന്റെ മുത്തശ്ശൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നിന്റെ ജ്യേഷ്ഠന്റെയോ മറ്റ് ബന്ധുക്കളുടെയോ കണ്ണുകൾ ഇതിൽ പതിയാതിരിക്കാൻ ഞാൻ ഇത് രഹസ്യമായി ഇവിടെ സൂക്ഷിച്ചതാണ്. ഈ കത്ത് നിന്റെ കൈകളിൽ എത്തുമ്പോൾ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് എനിക്കറിയാം. ദൈവം ശരിയായ സമയത്താണ് നിന്നെ ഈ നിധിയിലേക്ക് എത്തിച്ചത്. ഇത് നിന്റെ മാത്രം വളർച്ചക്കുള്ളതല്ല. നീ ജീവിതത്തിൽ പ്രാപ്തിയുള്ളവളാകുമ്പോൾ നിന്നെ പോലെ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ പാവപ്പെട്ട സ്ത്രീകളുടെ കൈകൾ പിടിച്ചുയർത്താൻ നീ ഇത് ഉപയോഗിക്കണം. അതാണ് ഈ മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം. മുത്തശ്ശിയുടെ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മീര അന്ന് രാത്രി ഒരുപാട് കരഞ്ഞു. താൻ ഈ ലോകത്ത് ഒറ്റക്കല്ലെന്നും മുത്തശ്ശിയുടെ അനുഗ്രഹം ഇന്നും തനിക്കൊപ്പമുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. അടുത്ത ഏതാനും ദിവസങ്ങളിൽ അവൾ ആ രഹസ്യം ആരോടും പറഞ്ഞില്ല. വിശ്വസ്തനായ ഒരു വക്കീലിന്റെ സഹായത്തോടെ അവൾ ആ നിയമപരമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി. തുടർന്ന് ആഭരണങ്ങളിൽ ഒരു പങ്ക് വിറ്റ് അവൾ തന്റെ പഴയ വീട് വലിയൊരു കെട്ടിടമാക്കി മാറ്റി പണിതു. അവൾ ആ കെട്ടിടത്തിൽ 4 പുതിയ തയ്യൽ മെഷീനുകൾ വാങ്ങിവെച്ചു. ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭർത്താവ് ഉപേക്ഷിച്ചവരും അനാഥരുമായ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായി തയ്യലും ഡിസൈനിങ്ങും പഠിപ്പിക്കാൻ അവൾ ഒരു കേന്ദ്രം ആരംഭിച്ചു. തുടക്കത്തിൽ പരിഹാസങ്ങൾ ഭയന്ന് 3 സ്ത്രീകൾ മാത്രമേ വന്നിരുന്നുള്ളൂവെങ്കിലും മീരയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും അധ്വാനവും കണ്ടതോടെ കൂടുതൽ സ്ത്രീകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അന്യരുടെ വീട്ടുകളിൽ തുച്ഛമായ കൂലിക്ക് വേല ചെയ്തിരുന്ന സ്ത്രീകൾ ഇപ്പോൾ സ്വന്തമായി വസ്ത്രങ്ങളും ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കാൻ പഠിച്ചു. മീര അവരുണ്ടാക്കുന്ന സാധനങ്ങൾ നഗരത്തിലെ വലിയ മാർക്കറ്റുകളിൽ എത്തിച്ചു വിൽക്കാൻ തുടങ്ങി. ഇതിലൂടെ ആ സ്ത്രീകൾക്ക് വലിയൊരു വരുമാനം ലഭിക്കുകയും അവരുടെ വീടുകളിലെ ദാരിദ്ര്യം മാറുകയും ചെയ്തു. ഗ്രാമവാസികൾ മീരയെ വലിയ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കാൻ തുടങ്ങി. ആ സ്ഥാപനം പതുക്കെ കമല ആശ്രയ ട്രസ്റ്റ് എന്ന പേരിൽ വലിയൊരു പ്രസ്ഥാനമായി വളരുകയായിരുന്നു. തന്റെ വേദനിപ്പിക്കുന്ന ഭൂതകാലത്തെ മറികടന്ന് മീര വിജയത്തിന്റെ ആദ്യ പടവുകൾ കയറാൻ തുടങ്ങി. മീരയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കമല ആശ്രയ ട്രസ്റ്റ് വളരെ പെട്ടെന്നാണ് വളർന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 100 കണക്കിന് സ്ത്രീകൾക്ക് തണലേകുന്ന വലിയൊരു പ്രസ്ഥാനമായി അത് മാറി. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിയ ആ സ്ത്രീകൾ മീരയെ തങ്ങളുടെ ദൈവത്തെ പോലെയാണ് കണ്ടത്. എന്നാൽ മീരയുടെ ഈ വിജയ വാർത്തകൾ പതുക്കെ ഗ്രാമത്തിന്റെ അതിരുകൾ കടന്ന് നഗരങ്ങളിലേക്കും അവളെ ഒരു കാലത്ത് തെരുവിൽ തള്ളിയവരുടെ കാതുകളിലേക്കും എത്തിച്ചേർന്നു. ഒരു ദിവസം ഉച്ചക്ക് ആ സ്ഥാപനത്തിന്റെ മുന്നിൽ തിളങ്ങുന്ന ഒരു ആഡംബര കാർ വന്നു നിന്നു. അതിൽ നിന്നും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പുരുഷൻ ഇറങ്ങി. അത് മീരയുടെ മുൻ ഭർത്താവ് വിവേകാണ്. മീര സ്ത്രീകൾക്ക് തയ്യൽ ജോലികൾ വിവരിച്ചു കൊടുക്കുന്ന ഹാളിനുള്ളിലേക്ക് അവൻ പതുക്കെ നടന്നു ചെന്നു. മീരയുടെ മാറ്റം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ മീരയുടെ അരികിലേക്ക് വന്ന് വളരെ വിനയത്തോടെ എന്നാൽ ഒരു കൃത്രിമ പുഞ്ചിരിയോടെ സംസാരിക്കാൻ തുടങ്ങി. മീര, എന്നോട് ക്ഷമിക്കൂ. പണത്തിന്റെ അഹങ്കാരത്തിൽ അന്ന് എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. നീ ഇല്ലാത്ത ജീവിതം ശൂന്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമുക്ക് പഴയതെല്ലാം മറന്ന് വീണ്ടും ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം, വിവേക് യാചനയോടെ പറഞ്ഞു. മീര തന്റെ കൈകളിലെ ജോലി നിർത്തി തികച്ചും ശാന്തമായ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. വിവേക്, എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ, ഞാൻ ലളിതമായി ജീവിച്ചപ്പോൾ നിനക്കെന്നെ ഒരു നാണക്കേടായിരുന്നു. ഇന്ന് എനിക്ക് സമൂഹത്തിൽ ബഹുമാനവും പദവിയും ഉള്ളപ്പോൾ നീ എന്നെ തേടി വന്നിരിക്കുന്നു. പണവും പദവിയും കണ്ട് മാറുന്ന നിന്റെ സ്നേഹം എനിക്ക് ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം നീ അന്ന് ആ രാത്രിയിൽ വാതിൽ കൊട്ടി അടച്ചപ്പോൾ തന്നെ അവസാനിച്ചതാണ്. ദയവായി ഇനി എന്നെ ശല്യം ചെയ്യരുത്. ഇവിടെ നിന്ന് പോകണം, മീര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന സ്ത്രീകളുടെ കടുത്ത നോട്ടം നേരിടാൻ കഴിയാതെ വിവേക് തല താഴ്ത്തി അവിടുന്ന് മടങ്ങിപ്പോയി. ആ സംഭവം കഴിഞ്ഞ് ചില ആഴ്ചകൾക്ക് ശേഷം സ്ഥാപനത്തിന്റെ കവാടത്തിൽ 2 പരിചിത മുഖങ്ങൾ കൂടി പ്രത്യക്ഷപ്പെട്ടു. അത് മീരയുടെ ജ്യേഷ്ഠൻ അരുൺ, ഭാര്യ പൂജയുമായിരുന്നു. അവരുടെ മുഖത്ത് വലിയ തോതിലുള്ള കുറ്റബോധവും ലജ്ജയും വ്യക്തമായിരുന്നു. അകത്തേക്ക് വന്നയുടൻ പൂജ മീരയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അനിയത്തി, എന്നോട് ക്ഷമിക്കൂ. എന്റെ അസൂയയും ദേഷ്യവുമാണ് ആ കുടുംബം തകർത്തത്. ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചു, പൂജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
അരുണിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ, നിന്റെ ഭാഗം കേൾക്കാൻ പോലും കൂട്ടാക്കാതെയാണ് അന്ന് ഞാൻ നിന്നെ വീട്ടിൽ നിന്നും തള്ളി പുറത്താക്കിയത്. അന്നു മുതൽ എനിക്കൊരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ ജ്യേഷ്ഠനോട് ക്ഷമിക്കൂ. മീര കുറച്ചുനേരം അവരെ രണ്ടുപേരെയും നിശബ്ദയായി നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ അവരോട് വെറുപ്പുണ്ടായിരുന്നില്ല. അവൾ പൂജയെ എഴുന്നേൽപ്പിച്ചു. ജ്യേഷ്ഠന്റെ കൈകളിൽ പിടിച്ച് പതുക്കെ പറഞ്ഞു, ചേട്ടാ, മാപ്പ് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അന്ന് ആ കറുത്ത രാത്രിയിൽ പെയ്യുന്ന മഴയത്ത് ഞാൻ അടഞ്ഞ വാതിൽക്കൽ കിടന്ന് കരഞ്ഞപ്പോൾ എനിക്കെന്റെ ജ്യേഷ്ഠന്റെ സ്നേഹമുള്ള കൈകളാണ് ആവശ്യമായിരുന്നത്. അന്ന് നീ എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ നിങ്ങളോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുന്നു. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു ദേഷ്യവുമില്ല. പക്ഷെ എനിക്കിനി ആ പഴയ ജീവിതത്തിലേക്കോ ആ വീട്ടിലേക്കോ മടങ്ങാൻ കഴിയില്ല. ഏതൊരു ബന്ധത്തിലാണോ ആത്മാഭിമാനത്തിന് വിലയില്ലാത്തത്, ആ ബന്ധങ്ങൾ എനിക്ക് ആവശ്യമില്ല. അരുണും പൂജയും മീരയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒന്നും പറയാനാകാതെ പതുക്കെ അവിടുന്ന് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം മീര ഒരു ദീർഘശ്വാസം എടുത്തു. അവൾ തന്റെ മുത്തശ്ശി കമലാദേവിയുടെ വലിയ ചിത്രത്തിനു മുന്നിലെത്തി ഒരു വിളക്ക് കൊളുത്തി. ആ ചിത്രത്തിലേക്ക് നോക്കി അവൾ മനസ്സിൽ നന്ദി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളെ നൂറുകണക്കിന് സ്ത്രീകളുടെ ജീവിതത്തിന് വെളിച്ചമേകുന്ന കരുത്താക്കി മാറ്റാൻ കഴിഞ്ഞതായിരുന്നു മീരയുടെ യഥാർത്ഥ വിജയം.